പൗരന്മാരെ സ്വന്തം രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കാതെ പാകിസ്ഥാൻ. വാഗ അതിർത്തി പാകിസ്ഥാൻ അടച്ചതോടെ ഇന്ത്യയിൽ നിന്ന് അതിർത്തി കടക്കാനെത്തിയ നിരവധി പേരാണ് അട്ടാരിയിൽ കുടുങ്ങിയത്. രാവിലെ 8 മണിയോടെയാണ് പാകിസ്ഥാൻ മുന്നറിയിപ്പില്ലാതെ സ്വന്തം അതിർത്തി അടച്ചത്. സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് പാക് പൗരന്മാരാണ് അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവർക്ക് ഭക്ഷണമോ വെള്ളമോ താമസ സ്ഥലമോ ഇല്ല. പാക് പൗരന്മാർക്ക് താമസ സൗകര്യം ഒരുക്കേണ്ട ബാധ്യത ഇതോടെ ഇന്ത്യക്കായിരിക്കുന്നു. സ്വന്തം പൗരന്മാരെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല പാകിസ്ഥാൻ എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. വാഗ അതിർത്തി പാകിസ്ഥാൻ അടച്ചതോടെയാണ് ഇന്ത്യയിൽ നിന്ന് അതിർത്തി കടക്കാനെത്തിയ നിരവധി പേർ അട്ടാരിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. രാവിലെ 8 മണിയോടെയാണ് പാകിസ്ഥാൻ മുന്നറിയിപ്പില്ലാതെ സ്വന്തം അതിർത്തി അടച്ചത്. രാജ്യത്തിന് ഇന്ത്യക്ക് ഉത്തരവാദിത്വം കൂടുകയാണ്. ആ പാക് പൗരന്മാരെ അടക്കം സംരക്ഷിക്കും ഇന്ത്യ എന്നുള്ളതാണ് ഇന്ത്യ ഇതുവരെ സ്വീകരിച്ച നയതന്ത്ര നിലപാടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാക് പൗരരെ ഉപദ്രവിക്കുന്ന തരത്തിലേക്കൊന്നും രാജ്യം നീങ്ങുകയില്ല എന്നുള്ളതും കൂടി മുൻകാലത്ത് ഇന്ത്യ സ്വീകരിച്ച സമാധാനപരമായ നടപടികളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വ്യക്തമാകുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നൂറുകണക്കിന് പാക് പൗരന്മാരാണ്. ആ പാക് പൗരന്മാരെയും കൃത്യമായി സംരക്ഷിക്കും രാജ്യം എന്നുള്ളത് മുൻപേ സ്വീകരിച്ച നടപടികളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകും. ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിലും അത്തരത്തിലുള്ള വാർത്തകളിലേക്കൊക്കെ നമുക്ക് കടക്കാൻ സാധിക്കും. ഇവർക്കിപ്പോൾ ഭക്ഷണമോ വെള്ളമോ താമസ സ്ഥലമോ ഇല്ല എന്നുള്ളതും കൂടിയുണ്ട്. പാക് പൗരന്മാർക്ക് താമസ സൗകര്യം കൂടി ആണ് ഇനി ഒരുക്കേണ്ടത്. അതിനുള്ള ബാധ്യത കൂടി ഇന്ത്യക്ക് അയക്കുകയാണ്. ഇന്ത്യ ഇനി അത്തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ കടന്നേക്കും എന്നുള്ള സൂചനകളൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ള സ്വരങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഈ പാക് പൗരന്മാർക്ക് സംരക്ഷണം നൽകണം എന്നുള്ള ചില വിമർശനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ രാജ്യം കടന്നേക്കും എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാക് പൗരന്മാരാണ്, നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും അടക്കുന്ന പാക് പൗരന്മാരാണ് അട്ടാരിയിൽ കുടുങ്ങിക്കിടക്കുന്നത്.